എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സോറോ അവനാണെങ്കില് ആ ഗാലില കമ്പനി അത് ലക്ഷ്യമാക്കി ഓടുകയാണ്. ആക്ച്വലി അവന് യഥാർത്ഥ വഴിയൊന്നും ഓർമ്മയില്ല, എങ്കിലും ഒരു ഉദ്ദേശം വെച്ച് അവൻ മുൻപോട്ട് ഓടും. അപ്പോഴായിരിക്കും ഗലീലിയ കമ്പനി അത് മൊത്തമായിട്ടും തീ കത്തി അമരുന്നത് അവൻ കാണുക. മാത്രമല്ല അവിടെ നിന്നാണെങ്കില് നമ്മുടെ ലൂഫിയുടെ നിലവിളിയും. ലൂഫി മുമ്പത്തെ പോലെ തന്നെ വീണ്ടും ബിൽഡിങ്ങിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കട്ട് ചെയ്ത ഗ്രാൻഡ്മ അവരാണെങ്കില് ആ ഗാലില കമ്പനി അത് കത്തി എരിയുന്നത് അങ്ങനെ ക്യാഷ്വൽ ആയിട്ട് നോക്കി നിൽക്കും. കട്ട് ചെയ്ത വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഐസ്ബർഗ് ഒരുപാട് ദേഷ്യത്തില് ഫ്രാങ്കിയെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇനി കൾപ്രിറ്റ് ആയിട്ട് ജുഡീഷ്യൽ ജസ്റ്റിസ് നമ്മളെ ആയിരിക്കും ശിക്ഷിക്കാൻ പോകുന്നത്. അത് കേട്ട് ടോം പറയും, ഐസ്ബർഗ് ഇനിയും നീ അവനെ കുറ്റപ്പെടുത്തരുത്. അവനിതൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറയുമ്പോഴായിരിക്കും ഫ്രാങ്കിയും ഐസ്ബർഗും ടോമിന്റെ ബോഡിയിൽ തറച്ചിരിക്കുന്ന ആ ഒരു റാഡ് കാണുക. ആ ഒരു റാഡ് അത് ആക്ച്വലി ബോഡിയിലേക്ക് കയറിയ പിന്നീട് പുറത്തേക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും ജനങ്ങള് അവര് ടോമിനെയും ഐസ്ബർഗിനെയും ഫ്രാങ്കിയെയും തേടി അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ജനങ്ങളാണെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെയാണ് ആ അറ്റാക്ക് ചെയ്തത് എന്നുറപ്പിച്ചിട്ടാവും അവിടേക്ക് വരിക. പക്ഷേ ടോം പരുക്ക് പറ്റി കിടക്കുന്നത് കാണുമ്പോ അവര് കൺഫ്യൂസ്ഡ് ആവും. ഇതെങ്ങനെ സംഭവിച്ചു? ടോം പരുക്ക് പറ്റി കിടക്കുകയാണെങ്കിൽ അപ്പൊ അറ്റാക്ക് ചെയ്തത് ആരായിരിക്കും ചോദിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പൊ ആ വില്ലൻ ഏജന്റും അവന്റെ ടീംസും അവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ തൊട്ടടുത്തേക്ക് വരും. അവരെ കാണുമ്പോ തന്നെ ഇപ്പൊ ഫ്രാങ്കിക്ക് ഒരുപാട് ദേഷ്യം വരും. അതിനാവും പറയും, മിണ്ടി പോരുത്, ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കുന്നോ? അടുത്ത സെക്കൻഡ് അവൻ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കയറ് വെച്ച് കെട്ടി ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരും. ആ വില്ലൻ ഏജന്റ് അവൻ നിലവിളിച്ചു പറയും, ഇവരാണ് ജുഡീഷ്യൽ ഷിപ്പിനെ അറ്റാക്ക് ചെയ്തത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. പക്ഷെ ജനങ്ങൾ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. ഉടനെ അതിൽ 2 പേര് ഇപ്പൊ അവനോട് ഒരു ചോദ്യം ചോദിക്കും. ആക്ച്വലി ഇന്നാണ് ടോമിന്റെ വിധി വരുന്ന ദിവസം. അവന് പോസിറ്റീവായി മാത്രമേ ആ വിധി വരികയുള്ളൂ. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇവരാ കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ 1% പോലും ചാൻസ് ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ ഏജന്റ് ആണെങ്കിൽ അതിനൊന്നും മറുപടി പറയില്ല. അവൻ അങ്ങനെ നടന്ന് ഇപ്പൊ ജഡ്ജിനോട് പറയും, ഇവരാണ് യഥാർത്ഥ കൾപ്രിറ്റ്. സോ അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവരെ എനിക്ക് വിട്ടുതരണം. സത്യമെല്ലാം ഞാൻ ഇവരെ കൊണ്ട് പറയിപ്പിക്കാം എന്നവൻ പറയും. അത് കേട്ട് ജഡ്ജി അതിന് ഓക്കെ പറയും. വില്ലനാണെങ്കിൽ ഡബിൾ ഹാപ്പി. എങ്ങനെയെങ്കിലും തല്ലിച്ചതച്ച് നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ഒരു ബ്ലൂ പ്രിന്റ് അത് സ്വന്തമാക്കണം എന്ന് മാത്രമാണ് അവന്റെ ദുരാഗ്രഹം. അതിന് ഫ്രാങ്കി അവൻ നിലവിളിച്ചു പറയും, ഒരിക്കലുമല്ല, ഞങ്ങൾ ഈ തെറ്റ് അത് ചെയ്തിട്ടില്ല. CP9 ഈ ഏജന്റും അവന്റെ ടീമും അവരാണ് ഇതിന്റെ എല്ലാം പിന്നില്. പക്ഷെ ജനങ്ങളും ജഡ്ജും അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. കാരണം അവരും ഗവൺമെന്റിന്റെ ഏജൻസിയാണ്. ഒരു കാരണവശാലും ജുഡീഷ്യൽ ഷിപ്പിനെ അവർ അറ്റാക്ക് ചെയ്യില്ല എന്ന് തന്നെ ജഡ്ജ് വിധി എഴുതും. ഉടനെ ആ ഏജന്റ് പറയും, നിങ്ങളിനി എത്രയൊക്കെ നുണ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഫ്രാങ്കി, നീ ഉണ്ടാക്കിയ കപ്പലാണ് ഇവരെ അറ്റാക്ക് ചെയ്തത്. സോ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളികള്. അതിന് ഫ്രാങ്കി പറയും, അതെന്റെ കപ്പലല്ല. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ടോം അവന്റെ ചെയിൻ അത് തകർത്ത് ഫ്രാങ്കിയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരൊറ്റടി. ടോം പറയും, ഒരു കാരണവശാലും കള്ളം പറയാൻ പാടില്ല. നീ ക്രിയേറ്റ് ചെയ്ത കപ്പല് അത് നിന്റേത് മാത്രമാണ്, അതാർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ടോം അവന്റെ നെഞ്ചില് തറച്ചിരുന്ന ആ ഒരു റാഡ് പുറത്തേക്ക് ഊരിയെടുക്കും. അത് കേട്ട് ഫ്രാങ്കി പോലും ഒരു സെക്കൻഡ് ഷോക്കാവും. ജനങ്ങളെല്ലാം തന്നെ ടോമിന്റെ മനസ്സ് കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല ഇത്രയും കാലവും ടോമിന്റെ ചിരിക്കുന്ന ഫേസ് അത് മാത്രമാണ് ജനങ്ങൾ കണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അവൻ ഇത്രയും ദേഷ്യത്തില് ഒരാളോട് സംസാരിക്കുന്നത്. അടുത്തതായിട്ട് ടോം അവനിപ്പോ ആ ഏജന്റിനെ ലക്ഷ്യം വെക്കും. അതിനുശേഷം അവന്റെ അടുത്തേക്ക് വന്ന് കൈ ചുരുട്ടി അവന്റെ മുഖത്ത് ആഞ്ഞെട്ടിക്കും. ആ ഒരു അടിയില് അവൻ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. ജനങ്ങളെല്ലാവരും അത് കണ്ട് പേടിച്ച് അറഞ്ച പുറഞ്ച ഓടും. ഐസ്ബർഗ് ആണെങ്കിൽ നിലവിളിച്ചു പറയും, മാസ്റ്റർ ടോം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ടോം ആണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. ടോം അവനോട് ചോദിക്കും, നീ ഫ്രാങ്കിയുടെ കപ്പല് അത് മിസ്യൂസ് ചെയ്തപ്പോ അവൻ എത്രത്തോളം പെയിൻ ഉണ്ടായി എന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായോ? അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആരോ ഇപ്പൊ ടോമിനെ അറഞ്ച പുറഞ്ചം ഷൂട്ട് ചെയ്യും. അത് കണ്ട് ഫ്രാങ്കി അവൻ നോ എന്നലറിക്കാറും. ഏജന്റ് ഫുൾ കലിപ്പില് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതിനുശേഷം വിളിച്ചു പറയും, എത്രയും പെട്ടെന്ന് ഇവരെ 3 പേരെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ബേസിലേക്ക് കൊണ്ടുപോവാ. ഇവരെ കൂടുതൽ
ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഉടനെ ടോം ആളിപ്പോ ആ ജസ്റ്റിസിന്റെ മുൻപിലേക്ക് തിരിഞ്ഞു നിൽക്കും. അതിനുശേഷം ജഡ്ജിയോട് പറയും, ജുഡീഷ്യൽ കപ്പലിനെ അറ്റാക്ക് ചെയ്തത് അത് ഞാൻ മാത്രമാണ്. സോ എന്ത് ശിക്ഷയാണെങ്കിലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ട് ഐസ്ബർഗും ഫ്രാങ്കിയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ടോം ജഡ്ജിനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എനിക്കൊരു ഫേവർ ചെയ്യണം. സീ ട്രെയിൻ ഉണ്ടാക്കിയതുകൊണ്ട് എന്നെ ഇന്ന് വിട്ടയക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അതിന്ന് നിങ്ങൾ ചെയ്യണം. ജഡ്ജ് പറയും, അതൊക്കെ, പക്ഷേ നീ കിങ് ഓഫ് ദ പൈററ്റിന് കപ്പലുണ്ടാക്കി കൊടുത്തത് വലിയ തെറ്റാണ്. അതൊരിക്കലും ക്ഷമ അർഹിക്കുന്ന ഒരു തെറ്റല്ല. അതിനുള്ള വലിയ ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. അതിന് ടോം സന്തോഷത്തോടു കൂടെ പറയും, എന്ത് ശിക്ഷയാണെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഫ്രാങ്ക് ഷോക്കായിട്ട്, മാസ്റ്റർ ടോം നിങ്ങൾ എന്താ പറയണേ? അതിന് ടോം പറയും, ഇപ്പൊ നമ്മുടെ മുൻപില് വേറെ വഴിയില്ല. ആ സ്കെച്ച് സ്വന്തമാക്കാൻ അവർ ഇത്രയും തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മാത്രമല്ല ഗോൾഡ് റോജറിന് ഞാൻ കപ്പലുണ്ടാക്കി കൊടുത്തത് അതൊരു ചെറിയ തെറ്റല്ല, മറിച്ചൊരു വലിയ തെറ്റാണ്. ഞാൻ കാരണം സിറ്റിക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. എന്റെ സീ ട്രെയിൻ അതെല്ലാവർക്കും ഒരു ഉപകാരമായി മാറി. എന്റെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അതൊരിക്കലും വിഫലമാകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബോധം പോയി അങ്ങനെ താഴേക്ക് വീഴും. ഐസ്ബർഗും ഫ്രാങ്കയും അവർ രണ്ടുപേരും അത് കണ്ട് ടെൻഷനായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വരും. ആളുടെ പേര് വിളിച്ച് എങ്ങനെയെങ്കിലും അവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. അതിന് ടോം പറയും, എന്നെ കുറിച്ച് ഓർത്ത് ഇനി നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ആ ഒരു സ്കെച്ച് അതൊരു കാരണവശാലും ആരുടെയും കയ്യിൽ എത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ബോധം കെട്ട് കിടക്കും. ഇവിടെ ആ വില്ലൻ ഏജന്റിന് അവന് ഭയങ്കര സന്തോഷാവും. അവൻ നിലവിളിച്ചു പറയും, അവരെ 3 പേരെ ലോക്ക് ചെയ്ത് നമ്മുടെ ബേസിലേക്ക് കൊണ്ടുപോയോ? അതിന് ജഡ്ജ് ആള് പറയും, ഒരിക്കലും ഇല്ല. ഗോൾഡ് റോജറിന് അവന് കപ്പലുണ്ടാക്കി കൊടുത്ത ടോമിനെ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് കേട്ട വില്ലൻ ഏജന്റിന്റെ അവന്റെ കാറ്റ് പോവും. പക്ഷെ എങ്കിലും അവന്റെ ഉള്ളില് വലിയൊരു പ്രതീക്ഷയുണ്ട്. കാരണം ടോമിന്റെ അടുത്താണ് ആ ബ്ലൂ പ്രിന്റ് ഉള്ളത്. അപ്പൊ അവനെ എങ്ങനെയെങ്കിലും തല്ലി ചതച്ചിട്ടാണെങ്കിലും ആ ബ്ലൂ പ്രിന്റ് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് അവന്റെ ആൾക്കാര് ടോമിനെ വലിച്ചഴച്ച് അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും. നമ്മുടെ ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ ആ കാഴ്ച അത് കണ്ടു നിൽക്കാനാവില്ല. കാരണം ഇനി ആരെ കൊണ്ടും ടോമിനെ രക്ഷപ്പെടുത്താനോ മോചിപ്പിക്കാനോ കഴിയില്ല. ഇവിടെ ആ ഏജന്റ് ആണെങ്കിൽ ഇപ്പൊ ടോമിന്റെ മുഖത്ത് കാലെടുത്ത് വെക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കളിപ്പിക്കും. എന്നെ കളിപ്പിച്ചവരെ ആരെയും ഞാൻ ഇതുവരെ വെറുതെ വിട്ടിട്ടില്ല. സോ നീയും ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ ഷൂസ് ഇട്ട് ടോമിന്റെ മുഖം ചവിട്ടി അരയ്ക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കണ്ട് കലിയളകും. അവിടെ ഉണ്ടായിരുന്ന ഒരു മറൈൻ ആളുടെ ഗണ്ണ് അത് വലിച്ചു പറിച്ച് അവൻ ഓടി വന്ന് ആ വില്ലന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ചോര തുളുമ്പി ആ വില്ലൻ അവൻ അടിച്ചു വീഴും. ഐസ്ബർഗ് ആണെങ്കിൽ അത് കണ്ട് നോ എന്നലറിക്കാറും. പക്ഷെ ഫ്രാങ്കി അവനത് മൈൻഡ് പോലും ചെയ്യില്ല. ഫ്രാങ്കി ഫുൾ കലിപ്പില് നിലവിളിച്ചു പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മാസ്റ്റർ ടോമിന്റെ ദേഹത്ത് തൊടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഉടനെ മറൈൻ ടീംസ് അവരെല്ലാവരും ചേർന്ന് ഫ്രാങ്കിയെ റൗണ്ട് ചെയ്യും. അതിനുശേഷം അറഞ്ചം പൊറഞ്ചം അവന് വെടിവെക്കും. ഐസ്ബർഗ് പറയും, ഫ്രാങ്കി എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്. ഇനി ഇവിടെ നിന്നാ അത് വലിയ ആപത്താണ്. അത് കേൾക്കേണ്ട താമസം ഫ്രാങ്കി അവൻ ഉഷാറായിട്ട് പുറത്തേക്ക് ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വില്ലന്മാരും ടോമും അവരെല്ലാവരും ട്രെയിനിൽ അങ്ങനെ പോവാണ്. അപ്പോഴായിരിക്കും ഫ്രാങ്കി അവനിപ്പോ ഒരു പീരങ്കിയും കയ്യിലേന്തി ആ റെയിൽവേ പാളത്തില് അങ്ങനെ നിൽക്കും. അത് കണ്ട ആ വില്ലൻ അവൻ പേടിച്ച് ഇപ്പൊ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരാൻ തുടങ്ങും. ഫ്രാങ്കി അറഞ്ചം പൊറഞ്ചം ആ ട്രെയിനിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ ട്രെയിനാണെങ്കിൽ ഒരു പോറല് പോലും ഏൽക്കില്ല. അത് സ്പീഡിൽ വന്ന് ഇപ്പൊ ഫ്രാങ്കിയെ ഇടിച്ച് തെറിപ്പിക്കും. ആ ഏജന്റ് വില്ലനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. ഫ്രാങ്കി അന്ന് മരിച്ചിട്ടുണ്ടാവും എന്നാണ് അവരെല്ലാവരും കരുതിയത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ആ 4 വില്ലന്മാര് അവര് ഫ്രാങ്കിയുടെ സ്റ്റോറിയൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയി നിൽക്കുകയാണ്. ആ വില്ലന്മാര് പറയും, ഇത്രയും കാലവും നീ മരിച്ചു പോയെന്നാണ് ഗവൺമെന്റും ഈ ലോകവും ഒക്കെ വിശ്വസിച്ചത്. പക്ഷെ നീ ഇവിടെ പേരൊക്കെ മാറ്റി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണല്ലേ. നിന്നെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ എബിസ്ലാഗിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് നിന്നെ തല്ലി തല്ലി സത്യം ഞങ്ങൾ പറയിക്കും. ആ ഒരു സ്കെച്ച് അത് നിന്നിലൂടെ തന്നെ ഞങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തും. അടുത്ത സെക്കൻഡ് ആ വില്ലന്മാര് ഒരു കോള് കണക്ട് ചെയ്ത് ആ വില്ലൻ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് നടന്ന എല്ലാ സംഭവങ്ങളും അവനോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഉടനെ അവനിപ്പോ ഫ്രാങ്കിയോട് സംസാരിക്കാൻ തുടങ്ങും. മിസ്റ്റർ ഫ്രാങ്കി,
8 വർഷങ്ങൾക്ക് മുൻപ് നീ എനിക്ക് തന്ന സമ്മാനം അതിപ്പോഴും എന്റെ മുഖത്തുണ്ട്. വീണ്ടും നിന്നോട് റിവെഞ്ച് ചെയ്യാൻ അവസരം കിട്ടിയ എനിക്ക് ഇപ്പോ എന്തെന്നില്ലാത്ത സന്തോഷമാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.